ഞാൻ വിശ്വസിക്കുന്നത് കഥയിലാണ്. അമിതാഭ് ബച്ചൻ അഭിനയിച്ചാൽ പോലും കഥയില്ലെങ്കിൽ പടം ഓടില്ല. കള്ളു കുടിക്കാത്ത ഒറ്റ പടങ്ങളുണ്ടോ? ഹീറോ ആണെങ്കിലും ശരി, അവൻ്റെ അച്ഛനാണെങ്കിലും ശരി, എല്ലാവരും കള്ള് കുടിച്ചു. പിന്നെ വലിയ അഭിനയം എന്ന് പറയുന്നത് സ്മോക്കിംഗ്. ഏമാ കമ്മിറ്റിയെല്ലാം പോയാൽ ഇനി അതിനെ പറ്റി എന്തിനാ ഏമാ കമ്മിറ്റിയൊക്കെ പറയുന്നത് ഇനി പറയണ്ട. ഇനി അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല. കാരണം അതൊക്കെ പൊളിഞ്ഞു പോയതൊക്കെ ഇല്ലല്ലോ. എന്താ ഇത് ഏമാ കമ്മിറ്റി എന്ത് കഷ്ടപ്പെട്ട് എന്താ ഉണ്ടാക്കി, എന്ത് പറ്റി? അതിനെപ്പറ്റി ഇനി സംസാരിക്കാം. ഉള്ളിയില്ലേ, ഉള്ളി, വലിയ ഉള്ളി, സവോള ഇങ്ങനെ എടുത്ത് ഉരിച്ച് അവസാനം ഒന്നുമില്ല. അതുപോലെയാണ് ഇപ്പോൾ WCC. അത് കാരണം അതിനെപ്പറ്റി മിണ്ടണ്ട. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകൾ നീണ്ട തൻ്റെ സിനിമാ തപസ്യയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര നടി ശ്രീമതി ഷീലയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. പ്രേം നസീറിൻ്റെ പേരിലുള്ള പുരസ്കാരം വാങ്ങാനാണ് താങ്കൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് ഏറെ സിനിമകളിൽ ഒരുമിച്ച് ജോഡികളായി അഭിനയിച്ചതിൻ്റെ ആ റെക്കോർഡ് ഇതുവരെ ആർക്കും തിരുത്താൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു ജോഡികൾ സിനിമാ ലോകത്ത് ഉണ്ടാകുമോ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇന്ന് നടക്കില്ല എന്ന് ഒന്നും പറയാനൊക്കാത്ത ജീവിതം എന്ന് പറയുന്ന അതാണ്. ഒരു പക്ഷേ ഇനി 200 പടങ്ങൾ അഭിനയിക്കുന്നവർ വരാം. നമുക്കൊന്നും പ്രതീക്ഷിക്കാനൊക്കില്ല. ഇറ്റ് ഇസ് ഓൾ ഇൻ ഗോഡ്സ് ഹാൻഡ്. ശ്രീരാമ ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ആ ഒരു കാലഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ, അതിനും അപ്പുറത്തേക്ക് AI യുഗത്തിലാണ്, ആ കാലഘട്ടത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ സിനിമ കടന്നു പോകുന്നു. അപ്പോൾ ഇത്രയേറെ തലമുറകളൊക്കെ കണ്ടു. എല്ലാ തലമുറയും കണ്ട് ഇങ്ങനെ വന്നപ്പോൾ അതിന് പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഒക്കെ ഉണ്ട്. ഷീലാമ്മ ഈ ഒരു മാറ്റത്തെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് കാണുന്നത്, വിലയിരുത്തുന്നത് എങ്ങനെയാണ്? സിനിമാ ലോകം മാത്രമല്ലല്ലോ ഞാൻ കാണുന്നത്. ഞാൻ ജീവിതത്തിൽ എത്രയോ പേര്, ഞാൻ കല്യാണം കഴിയാത്ത ഷീല, കല്യാണം കഴിഞ്ഞ ഷീല, കൊച്ചു പ്രസവിച്ച ഷീല, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എത്രയോ മാറ്റങ്ങൾ കണ്ടേ ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ സിനിമേൻ്റെ മാറ്റം അങ്ങനെ കണ്ട് ഞാൻ അങ്ങനെ ഒരു പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ ക്രമേണ അങ്ങനെ മാറി വരുന്നു. അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ 10-18 കൊല്ലം അഭിനയിക്കാതിരുന്ന് പെട്ടെന്ന് സെറ്റിലോട്ട് വന്നപ്പോൾ, സത്യനന്ദിക്കാടിൻ്റെ സെറ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് ക്യാമറ, അന്നൊക്കെ ഒറ്റ ക്യാമറ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ 4-5 ക്യാമറ വെച്ചെടുക്കുന്നു. പിന്നെ ട്രോളി അന്നൊക്കെ വന്ന് മരത്തിൻ്റെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒന്ന് മരത്തിൻ്റെ ട്രോളിയായി. അപ്പോഴും ഞാൻ തിരിച്ച് വന്നപ്പോഴും ഈ ടേപ്പ് കൊണ്ടായിരുന്നു അളന്നുകൊണ്ടിരുന്നത്. അന്നും ടേപ്പ് കൊണ്ടായിരുന്നു അളന്ന്. ഇപ്പോൾ വന്ന് പുതിയതായിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ടേപ്പില്ലാതെ അളക്കാൻ ഇത്ര ദൂരം നമ്മളുണ്ട്, ആ ഡിസ്റ്റൻസ് ഇത്രയാണെന്നൊക്കെ വന്നിരിക്കുന്നത്. അതൊക്കെ വന്ന് കുറേ കാലത്തിന് ശേഷമാണ്. എല്ലാം ഡബ്ബിങ്ങാണ്, നമ്മളൊന്നും ബയാട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളെല്ലാം ബയാട്ട് ചെയ്ത് വേണം. കാരണം ലൈവ് ഡബ്ബിങ്ങാണ്, ലൈവാണ് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ലൈവായിട്ട്. ഇപ്പം അങ്ങനെയല്ല. അച്ഛാ ചായ കഴിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛാ ചായ കഴിച്ചോ, അവിടെ നമ്മളത് കേട്ടിട്ട് അച്ഛാ ചായ കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ബയാട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസിയാണ് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം. പണ്ട് കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാടകം അഭിനയിച്ചവർ അവരെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഫുൾ സീൻ മുഴുവനും ഒരുമിച്ച് അവർ പറയണം. ബയാട്ട് ചെയ്തിട്ട് ആരും ഇടയ്ക്കൊന്നും വന്ന് പറഞ്ഞു കൊടുക്കാനൊക്കത്തില്ല. അങ്ങനെയായിരുന്നു പഴയ കാലത്തും കേട്ടു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സെറ്റിൻ്റെ ആ സ്റ്റേജിൻ്റെ അവിടെ നിന്നിട്ട് ഓരോരുത്തരും ഓരോന്ന് എടുത്തു കൊടുക്കും. പിന്നെ സിനിമയായി. അങ്ങനെ വളർന്ന് ഞാനും ഇതെല്ലാം കണ്ട് ഡ്രാമയല്ല, ഈ സിനിമ അന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വലിയൊരു പുതുമയൊന്നും തോന്നിയിട്ടില്ല. പണ്ട് നിങ്ങളൊക്കെ എടുത്ത ആ ഒരു എഫേർട്ടിൻ്റെ, ഒരു കഠിനാധ്വാനത്തിൻ്റെ പകുതി പോലും ഇപ്പോൾ എടുക്കേണ്ടി വരുന്ന പകുതിയല്ല, അതിൻ്റെ ഒരു 100% പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഡബ്ബിങ്ങിന് പോയെന്ന് വെച്ചേക്ക്, ഞാനൊരു ഡയലോഗ് പറയണോ, അച്ഛൻ വന്നിവിടെ ഇരുന്നിട്ട് എത്ര നേരമായി, പക്ഷെ അച്ഛൻ ചെയ്ത കാര്യം അറിയാമോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ചേക്ക്. അച്ഛനിവിടെ വന്ന് അത് വരിക്കെടുക്കാം.
ഇരുന്നിട്ട് എത്ര നേരമായി അത് വേറൊരു സ്വരത്തിൽ പറയാം. അച്ഛൻ കള്ള് കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുന്നത് അത് വേറൊരു സ്വരത്തിൽ പറയാം. മനസ്സിലായോ? അന്ന് അങ്ങനെയൊന്നുമില്ലേ, ഞങ്ങൾ പറഞ്ഞ ഒരു ടേക്കിന്ന് ഒരു ടേക്ക്. അന്ന് ഫിലിമായിരുന്നു. ഫിലിം എന്ന് പറഞ്ഞാൽ ഒരടി ഫിലിമിന് അത് എത്രയോ രൂപയാണ്. ഇന്നൊക്കെ ചുമ്മാ ടേപ്പാണ്. എത്ര 100 ടേക്ക് എടുത്താലും ഒരടി ഫിലിമിൻ്റെ വിലയില്ല. അപ്പോൾ 10 ടേക്ക് എടുത്താലും 15 ടേക്ക് എടുത്താലും പ്രൊഡ്യൂസറിനോ ഡയറക്ടറിനോ വിഷമോ ഇല്ല. ഇപ്പോൾ അന്നൊക്കെ 2ാമത് ടേക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും നഷ്ടമാണ്. സോ ഞങ്ങൾക്ക് മനസ്സിനകത്ത് ദൈവമേ സെക്കൻഡ് ടേക്ക് എടുക്കാൻ പാടില്ലേ, 3ാമത്തെ ടേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ പകുതി ഇതായി പോകും. പിന്നെ നീള ഡയലോഗ്സ്. ഇപ്പോൾ ഒന്നും ഡയലോഗൊന്നും അധികമില്ലല്ലോ. അന്നൊക്കെ വലിയ ഡയലോഗ്സുകളാണ് ആ ഡയലോഗിൽ. അപ്പോൾ അത് മാറി മുഖഭാവങ്ങളാണ് മിക്കവാറും. ക്ലോസപ്പും ലോങ് ഷോട്ടും അതും ഇതൊക്കെ വെച്ചിട്ട് എല്ലാം മാറിയോണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ടെക്നോളജിയിൽ വലിയ രീതിയിലൊരു ചേഞ്ച് ഉണ്ടായപ്പോൾ സിനിമ കഥ പറയുന്ന രീതിയിൽ പോലും മാറ്റമുണ്ടായി. സിനിമയുടെ അഭിനയം എന്നത് സ്വാഭാവിക പ്രതികരണങ്ങളിലേക്കൊക്കെ മാറി. ഒപ്പം തന്നെയും കഥയിലും വലിയ മാറ്റങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും ആ മാറ്റത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് ക്ലാസിക് സിനിമകൾ, നല്ല കഥാമൂല്യമുള്ള ക്ലാസിക് സിനിമകളൊക്കെ തന്നെ കുറയുന്നു എന്നുള്ള ഒരു ആക്ഷേപവും എപ്പോഴും ഇങ്ങനെ ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകൾ അല്ലെങ്കിൽ പുതിയ തലമുറ സിനിമകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് കഥയിലാണ്. അമിതാഭ് ബച്ചൻ അഭിനയിച്ചാൽ പോലും ഇല്ല, നമ്മുടെ കേരളത്തിൽ എത്ര വലിയ ആർട്ടിസ്റ്റ് അഭിനയിച്ചാലും കഥയില്ലെങ്കിൽ പടം ഓടില്ല. ചെറിയൊരു നോട്ടാണെങ്കിലും അത് പറയുന്ന രീതി കൊണ്ടല്ലോ, ആ സ്ക്രീൻ പ്ലേ നന്നായിരിക്കണം. ഞാനും ഒരു 3 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആണ് അത് ജീവിതം. കഥ ഒന്ന്, സെക്കൻഡ് വന്ന് സ്ക്രീൻ പ്ലേ. ആ സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു കഥ പറഞ്ഞിട്ട് വരുന്നത് അതിനേക്കാൾ എടുത്തൊണ്ണം ഒരു കൊല നടക്കുന്നു, 5-6 കുത്തിയിട്ടൊണ്ണം ഒരു കൊച്ചിരുന്ന് നിന്ന് കരയുന്നു എന്ന് വെച്ചേക്ക്. പിന്നെ അതിന് ശേഷം ഈ കഥ പറയാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ അകത്ത് എന്തിനാ അയാൾ കൊന്നത്, ആ കൊച്ചെന്തിനാ കരഞ്ഞത്, ആ മനസ്സിൻ്റെ അകത്ത്. അപ്പോൾ കഥയിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. എല്ലാം ഇങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, തുടക്കം തന്നെ നല്ലതായിരിക്കണം. ആദ്യം മുതലേ വലിഞ്ഞ് 4-5 പേര്. ഇപ്പോൾ ഉള്ള പടം എല്ലാത്തിലും കള്ള് ബോട്ടിലില്ലാത്ത ഒരു പടം നിങ്ങൾ പറ. കള്ള് കുടിക്കാത്ത ഒറ്റ പടങ്ങളുണ്ടോ? ഹീറോ ആണെങ്കിലും ശരി, അവൻ്റെ അച്ഛനാണെങ്കിലും ശരി, എല്ലാവരും കള്ള് കുടിച്ചു. പിന്നെ വലിയ അഭിനയം എന്ന് പറയുന്നത് സ്മോക്കിംഗ്. നൂതും അതൊരു ഭയങ്കര അഭിനയമാണ്. അതൊക്കെ അതായത് ലഹരിയൊക്കെയാണ് ഈ ഒരു ഹീറോയിസത്തിന്റെ ഒരു ഇപ്പോൾ വരുന്ന എല്ലാ പടത്തിലും. ഒരു പടത്തിനും തന്നെ ഞാൻ കുറിച്ച് പറയല്ല. ഞാൻ ലഹരി കുടിക്കാത്തവരുണ്ട്. പക്ഷെ വരുന്ന എല്ലാ പടത്തിലും ഈ ഡ്രിങ്ക്സ് ആണല്ലോ. ഡ്രിങ്ക്സ് ഇല്ലാതെ ഒരു പടം പറയൂ നിങ്ങൾ. ഡ്രിങ്ക്സ് കുടിക്കാത്ത ഒരു പടം ഉണ്ടോ? വേണമെങ്കിൽ രാമായണമോ മഹാഭാരതമോ ഉണ്ടാവും. അത് ഇപ്പോൾ മഹാഭാരതം എടുത്താൽ ശകുനി ഇരുന്ന് ഇങ്ങനെ ബോട്ടലായിട്ട് മൊന്തയായിട്ട് കുടിക്കുന്നതായിട്ട് കാണിക്കും. അതോടൊപ്പം തന്നെ വയലൻസിന് വലിയ പ്രാധാന്യം നൽകുന്ന സിനിമകളാണ്. ഫുൾ വയലൻസ് ആണ് പ്രാധാന്യം. അതിനാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഇപ്പോഴുള്ള പയ്യന്മാർക്ക് ഇഷ്ടം അതാണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടാത്തൊരു ആൾക്കാർ ഇഷ്ടപ്പെടുന്നല്ലേ പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്നുള്ളൂ. വയലൻസ് അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ വയലൻസ് വരുന്ന പടങ്ങളൊക്കെ തിയേറ്ററിൽ എത്ര നന്നായി ഓടുന്നു. ഒരു നല്ല കഥയുള്ള പടങ്ങൾ ഓടുന്നുണ്ടോ? അല്ല, എന്തുകൊണ്ട് അത്തരത്തിലേക്ക് ഒരു പുതിയൊരു ജനറേഷൻ ജനങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സും മനുഷ്യരുടെ ചിന്തിക്കുന്ന ശക്തി എല്ലാം കുറച്ച് ക്രൂരതയായിപ്പോയി. എല്ലാത്തിലും പണ്ടുണ്ടായിരുന്ന ഒരു എളിമത്വം, ഒരു 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 സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, അതിപ്പോൾ പയ്യന്മാരിൽ വളരെ കുറവാണ്. അവർ കണ്ട് വളരുന്നതും അവർ ഈ വീഡിയോ ഈ സെല്ലിൽ കാണുന്നതും അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഇതെല്ലാം റീസണാണ് ഇതൊക്കെ. ഇത് ഇവിടെയൊന്നും നിൽക്കില്ല. ഇനി അത് അപ്പുറം പോവും. ഇത് ഇവിടെയോടെ നിൽക്കുന്നല്ല, ഇനി അപ്പുറത്തോട്ട് പോവാണ് ഇനി. അത്തരം സിനിമ വയലൻസ് ആയാലും ഇപ്പോൾ ലഹരിക്കൊക്കെ പ്രോമിനൻസ് കൊടുക്കുന്ന സിനിമകൾ എന്തുകൊണ്ട് അത്തരം തിരക്കഥകൾ വരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഒരു പടം എടുത്തു, അതിൽ വില്ലനായി ഞാൻ പറഞ്ഞു തന്നെയാണ്. വില്ലനായിട്ട് ഹീറോ ആണ് വില്ലൻ. അവൻ കള്ളക്കടത്തു ചെയ്യുന്നു, പലരെയും കുത്തി കൊല്ലുന്നു. ആ പടം നന്നായി ഓടി. ആ പടത്തിനാണ് ബെസ്റ്റ് പടം എന്ന് ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നത്. കൊടുക്കാമോ അങ്ങനെയുള്ളൊരു പടത്തിന്? ഇപ്പോൾ സിനിമകൾ കാണാറുണ്ടോ? പുതിയ സിനിമകളൊക്കെ എല്ലാം കാണാറുണ്ട്.
എങ്ങനെയാ തിയേറ്ററിൽ പോയി കാണുമോ വീട്ടിലിരുന്നാണോ കാണുന്നത്? നല്ല പടങ്ങളെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണും. പിന്നെ ബാക്കിയൊക്കെ OTT-യിൽ അടുത്ത മാസം തന്നെ വരുന്നല്ലോ. പിന്നെ നമ്മളതിൻ്റെ തിയേറ്ററിൽ പോയി കാണുന്നത്. വീട്ടിലാകുമ്പോൾ ഫൈറ്റൊക്കെ ഓട്ടിക്കാം, പാട്ടാകുമ്പോൾ അത് ഓട്ടിക്കാം. കാരണം പാട്ട് ഒരുപാട് പ്രാവശ്യം ഇടുന്നുണ്ട് അതിന് മുമ്പ് തന്നെ. പാട്ടുകൾ ഇപ്പോഴത്തെ സിനിമയിൽ ഇല്ലല്ലോ. പണ്ട് സേതുമാധവൻ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കുമ്പോഴേ അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞേ ഇത് നസീറും ഷീലയും ഇപ്പോൾ പ്രേമരംഗം ഒരെണ്ണമുണ്ട്, ഉടനെ വന്ന് കുറേ പെൺപിള്ളേരെ ഡാൻസ് ചെയ്യാനായിട്ട് വിളിക്കാൻ പുറകേന്ന്. അങ്ങേര് പറയാ ഏത് ലോകത്താണ് ഈ പ്രേമിക്കുമ്പോൾ ഉടനെ കുറേ പെൺപിള്ളേർ പുറകെ വന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? ഒരു പാട്ട് പാടും പ്രേമങ്ങനെ കാണാൻ പാട്ട് പാടുന്നത്, അതിൻ്റെ പുറകെ ഉടനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ കുറേ പെണ്ണുങ്ങൾ ഡാൻസ്. അങ്ങേര് ഒരിക്കലും സമ്മതിക്കില്ല, അങ്ങനെയുള്ള ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷെ അത് അത്തരമില്ല, അതിനപ്പുറത്തേക്ക് പാട്ടുകളൊന്നും ഇപ്പോൾ സിനിമയിൽ വേണ്ട എന്നാണോ? പാട്ടുകൾ വളരെ ആവശ്യമാണ്, പാട്ടുകൾ ആവശ്യമാണ്. ആവശ്യമുള്ള സ്ഥലത്ത് അത് പാട്ടെന്ന് പറഞ്ഞാൽ ഒരേമാതിരി സ്റ്റെപ്പ്, ഒരേ സ്റ്റെപ്പ് നമുക്കറിയാം. അത് ആ ഡാൻസ് മാസ്റ്റർ തന്നെയാണ് ഇതിലിടുന്നത്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥകളൊന്നും ഇപ്പോൾ സിനിമയിൽ കാണുന്നില്ല. അത് നിങ്ങളോട് ഞാൻ ചോദിക്കാണ്ടിരിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നില്ലെന്ന്. കാരണം ആ പടം പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങേരെ അടുത്ത തെണ്ടേണ്ടി വരും, വീടും പറമ്പെല്ലാം വിറ്റ് റോട്ടിൽ നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള പടങ്ങളെടുത്താൽ, നല്ല പടങ്ങളെടുത്താൽ. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിലാണോ തമിഴിലാണോ ഇപ്പോൾ കൂടുതൽ, കുറച്ച് നല്ല സിനിമകൾ കൂടുതൽ ഇറങ്ങുന്നത് തമിഴിലാണോ? മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നു, നല്ല, അതായത് അത് എങ്ങനെയെന്ന് പറയാം. പക്ഷേ തമിഴിലിപ്പോൾ നല്ല നല്ല പടങ്ങൾ അതാ വലിയ വലിയ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന പടങ്ങൾ പറയില്ല, ഒരു നല്ല പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം, താരങ്ങളുടെ പ്രതിഫലത്തെ ചൊല്ലി വലിയ തോതിൽ തർക്കങ്ങൾ, താരങ്ങളുടെ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ വലിയ രീതിയിൽ തർക്കം നടക്കുന്നുണ്ട്. നിങ്ങളെന്തിനാ ബെൻസ് കാറിലേക്ക് പോകുന്നത്? നിങ്ങൾ ഓട്ടോ കാറിലേക്ക് പോയി മേടിച്ചോ? ബെൻസ് കാർ മേടിക്കാൻ എന്തിനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? പോയി ഓട്ടോയോ സ്കൂട്ടറോ എന്തെങ്കിലും അത് മേടിച്ചോ, അതിൽ പോയിക്കോ. ആ ഒരു താരം ഇത്രയും പ്രതിഫലം മേടിക്കുന്നു, അങ്ങനെ 2-3 പടം പൊട്ടിപ്പോയി. എത്രയോ താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ വലിയ താരം. ആരെങ്കിലും ഇത്രയും കുറച്ച് പ്രതിഫലമേലും കൊടുത്ത് അവർ ബുക്ക് ചെയ്യുന്നുണ്ടോ? ആ ഹീറോ പോയത് തന്നെ. ഒരു മാർക്കറ്റുള്ളവരൊക്കെയല്ലേ അവരെ വിളിക്കുള്ളൂ, മാർക്കറ്റില്ലാത്ത സമയത്ത് വിളിക്കുമോ? എന്തിനാ അവർ വിളിക്കാൻ പോകുന്നത്? വേറെ ആളെ എടുക്കുക, നിങ്ങളെന്തിനാ അയാളെ വിളിക്കാൻ പോകുന്നത്? പക്ഷേ ചില സിനിമകളിൽ ആ ഹീറോ അല്ലെങ്കിൽ ആ ഹീറോയിൻ ഉണ്ടെങ്കിൽ മാത്രം, ആ പേരിൽ മാത്രം ഹിറ്റാകുന്ന സിനിമകളുണ്ട്. ഒരുപക്ഷെ ഫ്ലോപ്പ് ആവുന്ന പടങ്ങളില്ലേ, അഭിനയിച്ചും ഫ്ലോപ്പ് ആവുന്ന പടങ്ങളില്ലേ? എന്തിനാ അവർ പുറകെ ഓടും? നിങ്ങൾ ഓടണ്ട, അവർ വിട്ടേക്ക്, അവരെന്തോ ചെയ്തിട്ട് പോട്ടെ. നിങ്ങൾ പോയി ഒരു ഓർഡിനറി ആയിട്ട് ഒരാളെ ഒരു പുതുമുഖത്തിന് എടുക്ക്. പക്ഷെ അത് അപ്പോൾ നല്ല കഥയായിരിക്കണം, അങ്ങനെയാണെങ്കിൽ കഥയെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല, കഥയില്ല. പണ്ടൊക്കെ വന്ന് നോവൽസൊക്കെ ഒരുപാട് ഈ ഡയറക്ടർമാരും പ്രൊഡ്യൂസേഴ്സും വായിക്കുമായിരുന്നു. ഇന്ന് ആർക്കും സമയമില്ല. അതെ, MGയുടെ ഒക്കെ കഥകളൊക്കെ എത്രയോ ഹിറ്റ് സിനിമകളായിരുന്നു. എന്ത് കഥകൾ ഇപ്പോഴില്ലേ? നമ്മുടെ കേരളത്തിലില്ലാത്തത് കഥകളാണോ? എന്ത് നല്ല എഴുത്തുകാരാണ് നമ്മുടെ കേരളത്തിൽ. ലോകത്ത് വെച്ച് ഏറ്റവും നല്ല എഴുത്തുകാരുള്ള സ്ഥലമാണ് കേരളം. ഇവിടെ കുറച്ച് സമയമെടുത്തിട്ട് ആ കഥകൾ വായിക്കുക, അതിൽ നല്ല ഒരു പറ്റുന്ന ഒരു ഹീറോയിനെ ഇടുക. ഹീറോ എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ പാട്ട് പാടണം, ഫൈറ്റ് ചെയ്യണം, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അവന് ഹീറോ കാണിക്കണം. ആരെയും വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ പറയുന്നതിൽ ആർക്ക് വേണ്ടിയും ആരുടെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, ഒരു തേർഡ് പേഴ്സൺ എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വന്ന് വിളിച്ചില്ല, നിങ്ങളെന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? എന്ത് പറയുന്നു? ഒപ്പം തന്നെ ഈ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല. ഇപ്പോൾ താരങ്ങളാണല്ലോ ഏറെക്കുറെ അങ്ങനെ ഒരു ആവശ്യം കൂടി അവർ മുന്നോട്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു താരം പടങ്ങളൊക്കെ എടുത്ത് പൊട്ടി, അയാൾ ഒന്നുമില്ല, അയാൾ പടം എടുത്തിട്ട് അഭിനയിച്ച് 10 കൊല്ലമായി. അപ്പോൾ അങ്ങേർക്ക് ആരോ ഒരു പണം എടുക്കാൻ കാശ് കൊടുക്കുന്നു, അയാൾ പടം എടുക്കത്തൂടെ? അപ്പോൾ അങ്ങേർ താരമല്ലേ? അണിയറയ്ക്ക് മുന്നിലായിരുന്നു സ്ത്രീ സാന്നിധ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അണിയറയ്ക്ക് പിന്നിലാണ്. അതായത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നു, സിനിമ സംവിധാനം ചെയ്യുന്നു, ക്യാമറ ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. അങ്ങനെ സ്ത്രീകൾ, സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതലായി വരുന്നു. വളരെ നല്ലതാണ്. ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്തപ്പോൾ ആരും വിശ്വസിച്ചില്ല. അയ്യോ, ഒരു പെണ്ണ് ഡയറക്റ്റ് ചെയ്യാനോ? ഇതുവരെയ്ക്കും ആരും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെയാണ് ഷീല ചെയ്യത്തില്ല, ഇത് വേറെ ആരും, മധു അഭിനയിച്ചേ. പിന്നെ മധു സാറിനോട് ചോദിച്ചപ്പോൾ മധു സാർ പറഞ്ഞു, ഞാൻ ഒരു ഷോട്ട് പോലും പറഞ്ഞു തന്നില്ല. ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞാൻ പോയി നിന്ന് ഷീല എന്ത് പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കസേരയിലിരിക്കും എന്ന് പറഞ്ഞു. കാരണം ആർക്കും വിശ്വസിക്കാനൊക്കില്ല. സ്ത്രീകൾക്ക് എല്ലാ കഴിവുകളുണ്ട്.
പിന്നീട് 3-4 സിനിമ സംവിധാനം ചെയ്തു. അതിനപ്പുറത്തേക്ക് പിന്നീട് ആ മേഖലയിൽ നിന്ന് മാറാൻ കാര്യം എന്തായിരുന്നു? കാരണം അത് വലിയ പാടുപെട്ട ജോലിയാണ്. സംവിധാനം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ 3 സിനിമ ഞാൻ ചെയ്തു, 3 വിജയമായിരുന്നു. ഒന്ന് ടെലിഫിലിം ചെയ്തു ഞാൻ, ബാക്കി വന്ന് ശിഖരങ്ങൾ, ഇത് 3 ആ 2 പടങ്ങളും നല്ല സാമ്പത്തികമായിട്ട് നല്ലതായിട്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ നല്ല ലാഭം കിട്ടി. എന്നാലും ഞാൻ വിചാരിച്ചു ഞാനെന്തിനാ കഷ്ടപ്പെടുന്നത്, എൻ്റെ ജന്മം അഭിനയത്തിൽ എന്ത് ഈസിയാണ്. വന്നു അവർ പറയുമ്പോൾ വന്ന് അഭിനയിച്ചു, ആ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ പോയിരുന്നു. ഇത് തുടക്കം മുതൽ കഥ ആലോചിക്കും. എൻ്റെ കഥയെ ഞാൻ ചെയ്യുള്ളൂ, വേറെ ഒരാളുടെ കഥ ചെയ്യത്തില്ല. കഥ ആലോചിക്കും. 3 കഥ താങ്കൾ തന്നെയായിരുന്നു? 3 കഥ ഞാൻ തന്നെയായിരുന്നു. കഥ വന്ന് ആലോചിക്കണം, അതിൻ്റെ ഇത് 1 ലൈൻ ട്രീറ്റ്മെൻറ്റ് എഴുതണം, പിന്നെ അതിൻ്റെ ബ്രേക്ക് ഡൗണൊക്കെ ചെയ്യാനായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുണ്ട്. പിന്നെ ഡയലോഗ് എഴുതുന്ന വേറെ ആളുകളെ അവർ എഴുതുന്നത് ശരിയാണോ എന്ന് നോക്കണം. ആ കഥകളൊക്കെ ഒരു ഹീറോയിൻ ഓറിയന്റഡ് ഫിലിം ആയിരുന്നു അതോ ഹീറോ ഓറിയന്റഡ് ആയിരുന്നോ? നായികയ്ക്ക് പ്രാധാന്യമായിരുന്നു? നായികയ്ക്ക് പ്രാധാന്യം. നായികയ്ക്ക് ഞാൻ എഴുതുമ്പോൾ നായികയ്ക്ക് പ്രാധാന്യമുള്ള കഥയിൽ എഴുതുള്ളൂ. അവിടെയാണ് ആ ചോദ്യം. ഇപ്പോഴത്തെ സിനിമകളിൽ പൊതുവേ അത് ഏത് ഭാഷാ സിനിമയായാലും നായകന് പ്രാധാന്യമുള്ള സിനിമകളാണ് എപ്പോഴും വരുന്നത്. ഹീറോയിൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള സിനിമകൾ എണ്ണം തിയേറ്ററിൽ വന്ന് കാണും. ഇപ്പോഴത്തെ പയ്യന്മാർ ഇപ്പോൾ നായികയ്ക്ക് പ്രാധാന്യമുള്ള ഒരു പടം എടുത്തു എന്ന് വെച്ചേക്ക്, തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ പോകുന്നതെല്ലാം ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പിള്ളേരാണ്. ഒരു നായികയ്ക്ക് പ്രാധാന്യമുള്ള പടം പോയി കാണാൻ പോവോ? അല്ലെങ്കിൽ അത്രത്തോളം നല്ല പടമായിരിക്കും. നായകന് കൊടുക്കുന്ന അതേ പ്രതിഫലം എന്തുകൊണ്ട് നായികമാർക്ക് കൊടുക്കുന്നില്ല? ആ സിനിമയുടെ ഹീറോയിനും ഒരേ പ്രതിഫലം എന്നൊരു ആവശ്യം നിരന്തരം ഉന്നയിക്കപ്പെടുന്നതാണല്ലോ. ഹീറോ ഒക്കെ എത്ര കൊല്ലങ്ങളായിട്ട് നിലച്ച് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. ഹീറോയിൻസിനൊക്കെ അവർക്ക് വന്ന് പെണ്ണുങ്ങളല്ലേ, അപ്പോൾ അവർക്കായിട്ട് ഒരു സമയങ്ങളുണ്ട്. ഇത്ര കാലം അഭിനയിക്കണം, പിന്നെ അവർ കല്യാണം കഴിച്ചാലേ കൊച്ചുണ്ടാവുള്ളൂ, ആ കൊച്ചുണ്ടാക്കിയ ആ കൊച്ചിനെ വളർത്തണം. ഇത്ര ചുമതലയുള്ളവരാണ് നടികളാണെങ്കിലും അവർ സ്ത്രീകളല്ലേ, അവർക്ക് ഇത്രയും ചുമതലകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കാലം കഴിഞ്ഞു. പിന്നെ അമ്മയുടെ റോൾ അഭിനയിക്കാനേ ഹീറോയിനെ വിളിക്കത്തുള്ളൂ. ഇപ്പോൾ സ്ത്രീകൾ കുറച്ച് അവകാശങ്ങളെക്കുറിച്ച് കുറച്ച് ബോധേഡാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും അവർ പറയുന്നതാണ്. ഹേമ കമ്മിറ്റിയെല്ലാം പോയാലേ നീ അതിനെ പറ്റി എന്തിനാ? അല്ല, ആ റിപ്പോർട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇനി പറയണ്ട, ഇനി അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല. കാരണം അതൊക്കെ പൊളിഞ്ഞു പോയതൊക്കെ ഇല്ലല്ലോ. എന്താ ഹേമ കമ്മിറ്റി എന്ത് കഷ്ടപ്പെട്ട് എന്താ ഉണ്ടാക്കി, എന്ത് പറ്റി? അതിനെപ്പറ്റി ഇനി സംസാരിക്കാം. തുടക്കത്തിൽ പിന്നെ ഷീലാമ്മയ്ക്കുള്ളവർ വളരെ പോസിറ്റീവായിട്ട് അതിനെ പിന്തുണച്ച് സംസാരിച്ചവരാ. ഇപ്പോൾ എന്തു പറ്റിയത്? ഒരു നിരാശാബോധമാണ്. സംസാരിച്ചിട്ട് എന്താ കാര്യം? അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സർക്കാരിനോ കമ്മിറ്റിക്കോ കഴിയുന്നില്ല അല്ലേ? സർക്കാരിന് തന്നെ കഴിയുന്നില്ലെങ്കിൽ ഈ പാവപ്പെട്ട ഷീലയ്ക്കൊക്കെ എന്ത് ചെയ്യാനൊക്കും? ഹേമ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, അവർക്ക് ചാൻസ് ഇല്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. കാരണം ഇതിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട്. സ്ത്രീകളുടെ സംഘടനയായ വിമൻ കളക്റ്റീവ് WCCയുടെ ആ ഒരു വരവിനെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ? വരവൊക്കെ നല്ലതാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ഉള്ളതാണ്. പെണ്ണുങ്ങളുടെ ദുഃഖം പെണ്ണുങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു സംഘടന ഉള്ളത് നല്ലതാണ്. അതിലെന്തിനാ ആണുങ്ങളെ മാറ്റി നിർത്തുന്നത്? ഇത് നല്ലവരല്ലേ ആണുങ്ങളെല്ലാവരും ചീത്തയാണോ? ആണുങ്ങളെല്ലാവരും ചീത്തയാണോ? അല്ലല്ലോ, നല്ല ആൾക്കാർ എത്രയോ ആണുങ്ങളുണ്ട് നമ്മുടെ സൈഡിൽ നിൽക്കുന്നവർ. ആ സംഘടന തുടങ്ങിയതിൻ്റെ ലക്ഷ്യം എന്താണ്? ആ റിസൾട്ടിലേക്ക് അവർക്കിപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഉള്ളിയില്ലേ, വലിയ ഉള്ളി സവോള ഇങ്ങനെ എടുത്ത് ഉരിച്ച് അവസാനം ഒന്നുമില്ല. അതുപോലെയാണ് ഇപ്പോൾ WCC. അത് കാരണം അതിനെപ്പറ്റി മിണ്ടണ്ട, ഒന്നും പറയണ്ട. ഒരു ബോറടിയായൊരു സബ്ജക്റ്റായിപ്പോയി. ആരും ഒരു സീരിയസ് ആയിട്ട് സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയണ്ട. സിനിമ കോൺക്ലേവ് ഒക്കെ നടത്തി സിനിമാ രംഗത്ത് കുറച്ച് എൻകറേജ് ചെയ്യിപ്പിക്കാനൊക്കെ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ സിനിമാ മേഖല നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഞാൻ പറയട്ടെ, അമ്മ എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളുടെ സംഘടനയാണത്. അവിടെയുള്ള എല്ലാ ആണുങ്ങളെല്ലാം എത്ര പേർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം മരുന്ന് മുതൽ അവർ മാസം അവർക്ക് ചിലവ് കൊടുക്കുന്നവരേക്കും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ പറ്റിയൊന്നും എൻ്റെ കുടുംബത്തിനെ പറ്റി ഞാൻ മോശമായിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അതെൻ്റെ കുടുംബമാണ്. അമ്മ എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. മനസ്സിലായോ? അപ്പോൾ അതിനെ എതിർത്തിട്ട് വരുന്ന ആൾക്കാരെ ഞാനെങ്ങനെ മോശമായിട്ട് പറയും? ഞാനിങ്ങനെ നന്നാക്കി പറയും, മോശമായിട്ട് പറയും? എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തത്. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ പറയത്തില്ലേ?
എല്ലാം മോശമായിട്ട് ഒരു ആണും ഒരു ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഉടനെ അത് തന്നെ പിടിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ടോ? നല്ല കഥയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വന്നാലേ അഭിനയിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. വളരെ സന്തോഷം സംസാരിച്ചതിന്. ഓക്കെ, താങ്ക് യു.